Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ നല്ല ചൂടുള്ള സമൂസയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. എന്റെ മോട്ടോ, ഈ ലോകത്ത് സമൂസ മാത്രമല്ല വേറെയും കുറെ സാധനങ്ങളുണ്ട്. അതും കഴിച്ച് ശീലിക്ക് നീ. ഡോക്ടർ ജഡ്ക, എന്നെ രക്ഷിക്കേ. ആരെങ്കിലും ഒന്ന് ഫാൻ ഓഫ് ചെയ്യേ പ്ലീസ്. നീ ആരാണ്? എന്റെ പേര് രാജേഷ് എന്നാ. ഞാൻ ആ സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റാ. ഞാൻ അയാളുടെ പരീക്ഷണങ്ങളുടെ രക്തസാക്ഷിയാ. അങ്ങേരൊരു ഗാഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം ആരെ വേണമെങ്കിലും കടലാസ് പോലെ ആക്കാൻ പറ്റും. ഡോക്ടർ ജഡ്ക, എനിക്കറിയാം നിങ്ങളൊരു ഗ്രേറ്റ് സയന്റിസ്റ്റ് ആണെന്ന്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിത്തായോ പ്ലീസ്. ഷെടാ, എന്റെ സുഹൃത്തെ, എന്റെ ബ്രോ, എങ്ങനെ ഒരു സയന്റിസ്റ്റിനെ കൊണ്ട് ഒരാളെ പേപ്പറാക്കി മാറ്റാൻ കഴിയൂ? എന്റെ രോഗികളുടെ മേലെ സത്യമായിട്ട് പറയാണ്, ഞാൻ നിന്നെ പഴയ പോലെ മാറ്റും. അതേപോലെ ഞാൻ ആ സയന്റിസ്റ്റിനും ഒരു നല്ല പാഠം പഠിപ്പിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചോളാം. അതെ, എന്റെ കയ്യിലെങ്ങാനും ആ സയന്റിസ്റ്റിനെ കിട്ടിയാലുണ്ടല്ലോ, അവനെ ഞാൻ ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കിയാനെ. The king of the scientist is here. എന്താ രാജേഷ്, നീ എന്താ വിചാരിച്ചത്? ഇവരൊക്കെ നിന്നെ സഹായിക്കുമെന്നാണോ? സയന്റിസ്റ്റ് വന്നു. ഓഹോ, ഇപ്പൊ നിങ്ങൾ ഇവനെ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പോവുകയാണോ? പിന്നെ നീ നിന്നെ തന്നെ വലിയ സയന്റിസ്റ്റ് ആയിട്ട് വിചാരിച്ചോണ്ടിരിക്കാനോടാ തടിയാ. പിന്നെ എല്ലാവരും നോക്കിക്കോ, നിങ്ങളെ എല്ലാവരും ഞാൻ പേപ്പർ മനുഷ്യനായിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പൊ മനസ്സിലാവും ആരാണ് വലിയ സയന്റിസ്റ്റ് എന്ന്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും പറയൂ, എന്താ ചെയ്യാ? ഐഡിയ 9 2 11. 9 2 11. 9 പിന്നെ 2. ഓ, എന്റെ 10 ഇപ്പോഴെന്തിനാ നീ മാത്സ് ഒക്കെ പറയുന്നത്? നിങ്ങൾ എല്ലാവരും എന്റെ കഴിവിനെ പുച്ഛിച്ചിരിക്കുകയാണ്. നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും ഞാൻ പേപ്പറാക്കി മാറ്റി എന്റെ സയന്റിസ്റ്റ് ലാബിൽ ഞാൻ വെച്ചിരിക്കും. നിക്കടാ മൊട്ട തലയാ, എല്ലാവരും അവിടെ നിൽക്ക. നീ എന്തിനാ എന്റെ അടുത്ത് 9 2 11 എന്നൊക്കെ പറഞ്ഞ് ഓടിക്കളഞ്ഞത്? എന്റെ മോട്ടോ, അതൊരു പഴഞ്ചൊല്ലാണ്. 9 2 11 എന്ന് പറഞ്ഞാൽ ഓടിക്കോന്നാ. ഓ, സോറി. പക്ഷെ നീ എന്തിനാ പഴഞ്ചൊല്ലൊക്കെ പറയാൻ നിൽക്കുന്നത്? എന്നോട് ഓടാൻ പറഞ്ഞാൽ ഞാൻ ഓടില്ലായിരുന്നോ? രക്ഷിക്കണേ. എന്താടാ നോക്കിക്കൊണ്ടിരിക്കണേ? ഇതെന്താ ചെയ്ത്? ഞാനെങ്ങനെയാണ് കടലാസിന്റേതായി മാറിയത്? എന്നെ രക്ഷപ്പെടുത്തോ, എന്നെ ഒന്ന് ശരിയാക്കോ. ഫോണിക്കടുത്തല്ല മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പൂവ് ഞാൻ കണ്ടിട്ടുണ്ട്. പേപ്പർ കൊണ്ടുണ്ടാക്കിയ പട്ടം കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ജീവിതത്തിൽ പേപ്പർ കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ. എന്റെ ഗസീട്ടാറാമേ, നിന്റെ കഥ പറച്ചിലൊക്കെ പിന്നീട് മതി. ഇപ്പൊ ഓടാൻ നോക്ക്, ഓടിക്കോ. കൈ കിട്ടിയ വെറുതെ വിടില്ല ഞാൻ. വരട്ടെ, ആ സയന്റിസ്റ്റ് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അവനെ കണ്ടോളാം. കിങ് ഓഫ് ദ സയന്റിസ്റ്റ് ഓഫ് ദ ഹീസ് ഹിയർ. ഇങ്ങോട്ട് നോക്ക് ഇൻസ്പെക്ടർ, നിങ്ങളെ പോലുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഇൻസ്പെക്ടറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. എന്റെ പേരാണ് സയന്റിസ്റ്റ് ഭരദ്വാജ്. ഓ, താങ്ക് യു. I am handsome. I am smart. Hello. Now I am become a paper inspector. I am a paper man. നടന്നു പോയാലും ശരി, നിങ്ങളെ തേടി പിടിച്ച് പേപ്പറാക്കാതെ ഞാൻ വിടില്ല. ഈ സയന്റിസ്റ്റ് നമ്മളെ സഹായിക്കുമെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇയാളെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണംടാ. ഹലോ സയന്റിസ്റ്റ്, ഞാനാണ് ജോൺ. നിങ്ങൾക്ക് മോട്ടോവിന്റെയും സുഹൃത്തുക്കളുടെയും ആവശ്യമുണ്ടല്ലേ? എന്നാ എന്നെ റിലീസ് ചെയ്യൂ, എനിക്കും അവരുടെ ആവശ്യമുണ്ട്. നിനക്ക് അവരെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അവരെ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കൂട്ടിനെ പേപ്പറാക്കി മാറ്റിയല്ലോ, പിന്നെന്താ? വാ പുറത്ത് വാ. ഡോക്ടർ ജഡ്ക, നമ്മൾ ഇതിനകത്ത് എത്ര നേരം വെച്ചാ ഇങ്ങനെ ഇരിക്കുക? എന്റെ അമ്മോ, ഞാനിപ്പോ വെറും ഒരു കടലാസ് കഷ്ണമായല്ലോ. കരയണ്ട സിംഗം സാർ, കരയണ്ട, മിണ്ടാതിരിക്കൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇതിനെന്തെങ്കിലും ഒരു വഴി കാണും തീർച്ചയായിട്ടും. അയ്യോ, തീ പിടിച്ചേ, രക്ഷിക്ക.
രക്ഷിക്കണേ. ഞാൻ ശരിയായി. എനിക്ക് പഴയ രൂപം തിരിച്ചു കിട്ടി. സന്തോഷമായ ഒരു കാര്യം, ഇതിനുള്ള സൊല്യൂഷൻ കിട്ടി. അതെ പേപ്പർമാനെ നോർമൽ മാൻ ആക്കാനുള്ള ശക്തി എന്റെ തുമ്മലിനാണുള്ളത്. ഞാനൊന്ന് തുമ്മിയാൽ ചിങ്കം സാറും ശരിയാവുന്നേ. മോട്ടു വേഗം തുമ്മ 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 തുമ്മ. എന്റെ ശരീരം ഒന്ന് വേഗം ശരിയാക്ക്. തുമ്മ. മോട്ടു, എന്റെ ശരീരം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. നീ ഒന്നുകൂടി ശക്തിയിൽ തുമ്മ പ്ലീസ്. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നത് ഇത് മോട്ട് തുമ്മിയത് കൊണ്ടൊന്നല്ല ശരിയായത് എന്നാ. ഈ തീ കാരണമാണെന്നാ. കണ്ടില്ലേ, തീ പിടിച്ചപ്പോ പേപ്പർമാൻ പഴയ രൂപത്തിലേക്ക് വന്നു. ചിങ്കം സാറെ, തീയിൽ ഇരുന്നില്ലെങ്കിൽ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. പത്ലു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നീ പറയുന്നത് ശരിയാണ്. ഇപ്പൊ തന്നെ ഞാൻ അതിനൊരു ആന്റിഡോട്ട് തയ്യാർ ചെയ്യാം. അതെ. മോട്ടു പത്ലു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കൂ. ഇതാ നോക്കൂ. ഇത് ജോണാണ്. ഇവനും ആ സയന്റിസ്റ്റിന്റെ കൂടെ കൂടിയെന്നാ തോന്നുന്നത്. പുറത്തേക്ക് പോകരുത്, ഒരിക്കലും പോകരുത്. മോട്ടു പത്ലു, നിങ്ങളായിട്ട് പുറത്ത് വരുന്നോ അതോ ഞാൻ ഒരാളെ അകത്ത് അയക്കണോ? എന്റെ മോട്ടു, നീ ഇത് എവിടേക്കാ പോകുന്നത്? നല്ല മണം. സമൂസ തന്നിട്ട് പോയിക്കോ. നല്ല മണം. വാ അങ്ങനെ തന്നെ വാ പറന്ന് വാ. അവസാനം നിങ്ങൾ എന്റെ അടുത്ത് തന്നെ വന്ന് കുടുങ്ങിയല്ലോ. ശരി കുട്ടി ജോൺ, ഇനി നിന്റെ ആവശ്യമില്ല. നീ വേഗം സ്ഥലം വിട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവരെയൊക്കെ കൂട്ടിയിട്ട് വന്നാൽ നിങ്ങൾ എന്ത് കാര്യമാണ് ഈ ചെയ്തത്? എന്നെ തന്നെ നിങ്ങൾ പേപ്പറാക്കി മാറ്റിയല്ലോ. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേ, നീ ആദ്യം ഇത് കുടിക്ക്. ഞാൻ ഈ ആന്റിഡോട്ടിനെ തീനെ വരുത്താനുള്ള എല്ലാ കെമിക്കലും ഇട്ടിട്ടാണ് ഇത്. അതെ, നീ ഈ ആന്റിഡോട്ടിനെ കുടിച്ച് ആ സയന്റിസ്റ്റിനൊപ്പം പൊരുതാൻ വേണ്ടി തയ്യാറാക്. അതെ. എന്റെ അമ്മോ, കുറച്ചെങ്കിലും ബാക്കി വെക്കണ്ടേ? ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ചാർജ്. വിഷമിക്കണ്ട ചിങ്കം സാർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ ആന്റിഡോട്ട് തയ്യാർ ചെയ്ത് കൊണ്ടുവരാം. ഡോണ്ട് വറി മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നീ പോ. എടോ സയന്റിസ്റ്റേ, ഞാനിപ്പോൾ നിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. നീ എന്ത് പറയുന്നു? എന്നെ തന്നെ നീ വെല്ലുവിളിക്കാറായോ? ഡാ ചീഞ്ചട്ടി തലയാ, ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. അതിപ്പോ തന്നെ മനസ്സിലാവൂടോ ഇവിടെ സിംഹമാരാണ് കീടമാരാണെന്ന്. സംസാരിച്ചു നിൽക്കാതെ വാ. അങ്ങനെ തന്നെ. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെ വേസ്റ്റ് ആയി എന്ന് എനിക്ക് അറിയുന്നില്ല. വലിയേട്ടാ, നിങ്ങളുടെ ആന്റിഡോട്ട് വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എടോ സയന്റിസ്റ്റേ, വാടാ. ഇത് കേൾക്കൂ ചേട്ടാ, നിങ്ങൾക്കറിയോ സയന്റിസ്റ്റ് നിങ്ങളെ എങ്ങനെയാണ് പേപ്പർ പോലെ ആക്കിയെന്ന്? അറിയാം. അയാളുടെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റ് ഇല്ലേ, അതാണ് അതിന്റെ ഗാഡ്ജറ്റ്. ആ ബ്രേസ്ലെറ്റ് ഗാഡ്ജറ്റ് അയാളിൽ നിന്ന് മൂരിയെടുത്താൽ പിന്നെ അയാൾക്ക് ആരെയും കടലാസാക്കാൻ പറ്റില്ല. മോട്ടു, സയന്റിസ്റ്റിന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് അഴിക്ക്. അതാണ് അവന്റെ ഗാഡ്ജറ്റ്സ്. വാടാ ഇന്ന് നിന്നെ ഞാൻ. അയ്യോ, എന്റെ ഗാഡ്ജറ്റ്.
എടോ സയന്റിസ്റ്റ്, നിനക്ക് മറ്റുള്ളവരെ പേപ്പർമാൻ ആക്കി മാറ്റുന്നതിൽ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ? ഇനി താൻ കൂടെ ഒന്ന് പറന്ന് നോക്കടോ. വേണ്ട മോട്ടു, ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് മാപ്പ് തരണം. വേണ്ട മോട്ടു, വേണ്ട. ഞാനിപ്പോ നിന്നെ പേപ്പറാക്കാൻ പോവാണ്. എന്നിട്ട് നീ ആകാശത്ത് കൂടെ പറന്ന് കളിക്കുന്നത് എനിക്ക് കണ്ട് രസിക്കണം. ആ സയന്റിസ്റ്റിനെ വെറുതെ വിടരുത്. ഒന്ന് പറക്കണ്ട സയന്റിസ്റ്റ് സാറേ. ബൈ ബൈ. പേപ്പറായി മാറിയല്ലോ. അയ്യോ. എന്റെ അമ്മോ, എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ ജഡ്ക. താങ്ക് യു, എന്റെ ശരീരം എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ എന്നെയും ഒന്ന് ശരിയാക്കി തരാമോ പ്ലീസ്? ജോൺ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞോണ്ടിരിക്കുക, നീയും പറക്ക്. ഫൂ. അയ്യാ, എന്നെ പറപ്പിച്ചല്ലോ. Watch India's largest kids library only on Geo Hotstar. Download the app now.